ബജറ്റിലെ ചോർച്ചാ വിവാദവും ഒപ്പം ബജറ്റിനകത്തെ വലിയ പ്രഖ്യാപനങ്ങളും ചർച്ചയിലേക്ക് വരേണ്ടതുണ്ട്. ഡോക്ടർ തോമസ് ഐസക് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ, അതിലെ യാഥാർത്ഥ്യങ്ങൾ എത്രമാത്രം അത് വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അതിനെ കാണുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ ബഡ്ജറ്റ് ചോർന്നതിനെക്കുറിച്ചുള്ള ഒരു വിവാദം കൂടിയുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ CS ഷൈജുമോൻ, ഒപ്പം ലോക്സഭ മുൻ സെക്രട്ടറി ശ്രീ PDT ആചാരി എന്നിവർ. ശ്രീ PDT ആചാരി, ഇപ്പോൾ ഈ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ആദ്യം അന്വേഷിക്കുന്നത്, ഇന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ വിവാദം ഉയർത്തുന്നത് ബഡ്ജറ്റ് ചോർന്നു, അതുകൊണ്ട് ഈ ബഡ്ജറ്റ് വീണ്ടും അവതരിപ്പിക്കണം എന്നാണ് ഗവർണറെ കണ്ടുവരെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോക്സഭ മുൻ സെക്രട്ടറി എന്നുള്ളതിലേക്ക് അങ്ങയുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ബജറ്റ് ലീക്കേജ് എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് പാർലമെൻറ്റിൽ ഉയർത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണത്. അതിൽ എപ്പോഴൊക്കെ അത് ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും അന്നത്തെ സ്പീക്കർ പറഞ്ഞത്, അതായത് ഇതിൽ ഈ അവകാശ ലംഘനമായിട്ടാണ് സാധാരണഗതിയിൽ ഇത് സഭയിൽ ഉയർത്താറുള്ളത്. ബജറ്റിൻ്റെ ലീക്കേജ് എന്ന് പറയുന്നത് സഭയുടെ അവകാശ ലംഘനമാണ് എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഇത് പലപ്പോഴും ലോക്സഭയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അത് സ്പീക്കറുടെ റൂളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് അവകാശ ലംഘനമല്ല എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായ ഒരു തീരുമാനമാണ് സഭാധ്യക്ഷൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ബജറ്റിൻ്റെ ലീക്കേജ് എന്ന് പറയുന്ന ഈ പ്രശ്നം സഭയുടെ അവകാശ ലംഘനമല്ല, അതായത് പ്രിവിലേജസ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ എന്താണ് ആക്ച്വലി അത് ലീക്ക് ചെയ്യുന്നതിനുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ബജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 ദിവസത്തേക്ക് മുമ്പ് ഒരു പക്ഷേ ചില ബജറ്ററി പ്രപ്പോസൽസൊക്കെ, അതായത് ഈ ടാക്സേഷൻ പ്രപ്പോസൽസാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിലാണ് ഒരു സീക്രസി എന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള പ്രപ്പോസൽസൊക്കെ വെളിയിൽ ചിലപ്പോൾ വന്ന്, അപ്പോൾ അത് ഒരു പ്രത്യേക മോട്ടീവോട് കൂടി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും ഇങ്ങനെ ആരോപണം വന്നിട്ടുള്ളത്. അതായത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഉള്ള അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത്. പക്ഷേ അപ്പോഴൊക്കെയും മന്ത്രിക്കെതിരായി അതൊരു അവകാശ ലംഘനമായി ഒരിക്കലും അത് കണക്കാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ അതിന് പാർലമെൻറ്റിൽ മറ്റ് റൂൾസൊക്കെ ഉപയോഗിച്ച് ഒരു പക്ഷേ മന്ത്രിക്കെതിരായിട്ട് വല്ല പ്രമേയം കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് സ്പീക്കർ ഈ റൂളിങ്ങിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ നടന്ന ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് TV യിലൊക്കെ കണ്ട് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പ്രസ് റിലീസ് എഴുതി വച്ചിരുന്നത്, മന്ത്രി ഈ ബജറ്ററി പ്രപ്പോസൽസ്, അതായത് ടാക്സേഷൻ പ്രപ്പോസൽസൊക്കെ സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് ചുമതലപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ അത് മീഡിയയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു സാഹചര്യമാണ്. ഇപ്പോഴും ബജറ്റ് പ്രസൻറ്റേഷന് ശേഷം കൊടുക്കാനിരുന്ന ഒരു പ്രസ് റിലീസ്, അതിന് ബജറ്റ് ടാക്സേഷൻ പ്രപ്പോസൽസൊക്കെ വരുന്നതിന് മുമ്പ്, അത് സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ വാസ്തവം പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഒരു സാഹചര്യമാണ്. അതൊരാളിൻ്റെ ഒരു അവധാനത ഇല്ലാഴിയുണ്ട്, ഒരു കെയർലെസ്നെസ്സും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് നോളജ് എന്നുള്ളത് കൊണ്ടൊക്കെ ആവാം. അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അതിന് മന്ത്രി പ്രത്യേകമായി അതിന് ഉത്തരവാദിയാണ് എന്ന്, ഓഫ് കോഴ്സ് ഒരു വൈക്കേറിയസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലിപ്പോൾ മന്ത്രിയുടെ ഒരു ഓഫീസിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് മന്ത്രി അതിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ആ രീതിയിൽ വേണമെങ്കിൽ അതിനെ എടുക്കാം, പക്ഷേ അവകാശ ലംഘനമായിട്ട് അതിനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ PDT ആചാരി. പ്രൊഫസർ രവീന്ദ്രനാഥ്, താങ്കളും ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഘട്ടങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെ വരാതിരിക്കട്ടെ, ഞാനങ്ങ് ശപിക്കുന്നതായിട്ട് കാണരുത്. ഈ പറഞ്ഞ അർത്ഥത്തിൽ ധനകാര്യമന്ത്രി
ഡോക്ടർ ടി.എം. തോമസ് ഐസക് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഈ പ്രസ് റിലീസ് അവിടെ കൊടുക്കാൻ വെച്ചിരുന്ന കാര്യം റിലീസായി പോയി എന്നുള്ളത് നേരത്തെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ പ്രതിപക്ഷം ഈ രീതിയിൽ അതിനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ ഇതിനെ കാണുന്നത്? തോമസ് ഐസക് മിനിസ്റ്റർ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ബജറ്റിലെ ഈ വന്ന ഒരു പ്രശ്നം ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള അതിന് ഉത്തരവാദിയെന്ന് തോന്നുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് സംഭവിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഇത്ര സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട്, അതല്ലെങ്കിൽ അത് ബഡ്ജറ്റ് മാറ്റുക എന്ന രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം ഉരുത്തിരിച്ച് വരത്തക്ക രീതിയിലുള്ള ഒരു വലിയ പ്രശ്നം ആണ് എന്ന് തോന്നുന്നില്ല. മറിച്ച് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ ധനമന്ത്രി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടായൊരു പ്രശ്നമാണ്. ഏകദേശം 2.5 മണിക്കൂറോളം നേരം ഈ ബഡ്ജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട അതിൻ്റെ ഡേറ്റയോ അതൊന്നും അതിനു മുമ്പ് പുറത്തു പോയിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് ഒരു ധനമന്ത്രി അംഗീകരിച്ച പോലെയുള്ളൊരു സാങ്കേതിക പ്രശ്നം എന്ന രീതിയിൽ മാത്രമേ അത് ബഡ്ജറ്റിൻ്റെ ഒരു വലിപ്പവും ബഡ്ജറ്റിൻ്റെ ഒരു അവസ്ഥയും ഇത് കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും ഒരു മഹത്തായ ബഡ്ജറ്റ്. അപ്പോൾ അത് തമ്മിലൊരു താരതമ്യം ചെയ്യുമ്പോൾ ഈ വിഷയം വാസ്തവത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു വിഷയമായിരുന്നു എന്നുള്ള നിലയ്ക്ക് എടുക്കാവൂ. അതിനപ്പുറം ആ വിഷയത്തെ എടുക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തോന്നിയാൽ അതിന് തെറ്റില്ല. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, KPCC ഈ അർത്ഥത്തിലല്ല അതിനെ കണ്ടത്, UDF അങ്ങനെയല്ല കണ്ടത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായി തന്നെ അല്ലേ നിങ്ങൾ അപ്പോൾ അതിനെ കണ്ടിരിക്കുന്നത് എന്ന് വേണ്ടേ കാണാൻ? അതായത് മുൻകാല കീഴ്വഴക്കങ്ങളുണ്ട്, ഇപ്പോൾ ശ്രീ PDT ആചാരി പറഞ്ഞതുപോലുള്ള കീഴ്വഴക്കങ്ങളുണ്ട്, കേസുകളുണ്ട്, ജഡ്ജ്മെൻറ്റുകളുണ്ട്. ഈ പറഞ്ഞ പോലെ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിച്ച ചരിത്രമൊന്നും ഈ മുൻഘട്ടങ്ങളിലൊന്നും തന്നെ ഇതിന് സമാനമല്ലാത്ത ഇതിനേക്കാൾ സീരിയസ് ആയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിനെ ഇങ്ങനെ രാഷ്ട്രീയമായി വലിച്ചിഴക്കുന്നത്? അല്ലെ, രാഷ്ട്രീയമായി വലിച്ചഴിക്കുന്നു എന്ന് ഇനി സംഭവം കണ്ടുകൊണ്ടിരുന്നവരെല്ലാം പറയുന്നെങ്കിൽ ഞങ്ങളതിൽ നിന്ന് പിന്മാറാം. കാരണം ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിൽക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പുറത്ത് വാർത്താമാധ്യമത്തിൽ ആ ബഡ്ജറ്റ് അദ്ദേഹം പറയാൻ പോകുന്ന വാക്കുകൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുക. ഒരേ സമയത്ത് പ്രതിപക്ഷ നേതാവും ഒരേ സമയത്ത് ധനകാര്യമന്ത്രിയും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ചിത്രം കേരളത്തിൻ്റെ നിയമസഭാ രംഗത്ത് അത്യപൂർവമായ ഒരു സംഭവവികാസം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന് കിട്ടുന്നത് അതിനു മുമ്പ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഇത് വാട്സപ്പിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ അതിൻ്റെ പവിത്രത എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളും കൂട്ടിമുട്ടിക്കുന്നതിൽ ഗവൺമെൻറ് കാണിക്കേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ രേഖകൾ അത് ഒരുപക്ഷെ നിയമസഭയിൽ അവതരിപ്പിച്ച് കോപ്പികൾ കൊടുക്കാൻ നമ്മുടെ സ്പീക്കർ പറയുന്നത് വരെ അത് പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെ ഇത്രയും ലാഘവത്തോടും ഇത്രയും മോശപ്പെട്ട രീതിയിൽ പെരുമാറിയപ്പോൾ അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ദിസ് ഈസ് എ ബഞ്ചസ് ഓഫ് പേപ്പേഴ്സ് ഉള്ളി. അതുകൊണ്ട് നമുക്ക് വേണ്ടത് പുതിയ ഒരു മന്ത്രി, തെറ്റ് ചെയ്ത മന്ത്രി മാറി നിൽക്കുകയും പകരം ഒരു ധനകാര്യമന്ത്രി പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യണം എന്ന് കേരള ഗവർണറോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കത് ആവശ്യപ്പെടാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 15 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ഇതാണ് മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഹൈലൈറ്റ്സ് കാണിക്കാൻ വേണ്ടി ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് നേരത്തെ അയച്ചു കൊടുക്കേണ്ടതാണ്. പഴയ കീഴ്വഴക്കം അനുസരിച്ചായിരിക്കും കുറച്ച് ഇത് കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇത് അയച്ചു കൊടുക്കുന്നതിന്റെ ആ കീഴ്വഴക്കം തെറ്റിച്ചതിന് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അർത്ഥത്തിൽ മന്ത്രി ഇത് മാറി പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ശീലം തന്നെ ഇല്ല, റൂളിംഗ് ഇല്ല എന്നുള്ളതും നിയമമില്ല എന്നുള്ളതും ഇവിടെ ഇപ്പൊ വിശദീകരിക്കപ്പെട്ടപ്പോൾ എന്തിനാണ് അതിലേക്കാണ് വരുന്നത്? ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായ ആചാര്യ സാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഇന്ന് എനിക്ക് തോന്നുന്നു, ഇത് ഒഫീഷ്യൽ സീക്രസി ആക്ടിന്റെ പരിധിയിൽ ഒരാൾ ചോദ്യം ചെയ്താൽ അതെങ്ങനെ വരും എന്നുള്ള കാര്യം നാളെ ആ കാര്യത്തിൽ എന്റെ മുന്നിലുള്ള ഡോക്യുമെന്റ് ഞാൻ വായിക്കാം. 1960 സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കെ ബാലകൃഷ്ണ ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസിനകത്ത് ഈ പറഞ്ഞ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലാണോ സ്റ്റേറ്റ് ബഡ്ജറ്റിന്റെ പബ്ലിക്കേഷൻ പ്രിമച്വർ പബ്ലിക്കേഷൻ വരുന്നത് എന്ന ചോദ്യത്തിന് അത് അങ്ങനെ അല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് ദ റിവിഷൻ പെറ്റീഷൻ ഫെയിൽസ് ആൻഡ് ഈസ് ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാണ് വിധി വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ താങ്കളുടെ മുമ്പിൽ കാണിക്കുക. സാഹചര്യത്തിന് വ്യത്യാസമുണ്ട്. ഇന്നത്തെ സാഹചര്യം അല്ല അന്നത്തെ ആ ചോദ്യത്തിനുള്ള കാര്യം. ഇന്നത്തേത്
കേരള ജനതയും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരു മോശത്തിന് ഇത്രയും മോശപ്പെട്ട ഒരു രീതിയിൽ ഈ ബഡ്ജറ്റിനെ കാണാവോ? ഒരു ഇത് ശരി. എന്ത് ശാപമാണ് ഈ ശരി മന്ത്രിസഭയ്ക്ക് ശരി ഉണ്ടായത്? ശരി പ്രതിപക്ഷത്ത് നിന്ന് മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടി ബാക്കി പകുതി പറയാൻ ഞാൻ ആവശ്യപ്പെടാം. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ ഇറങ്ങിപ്പോയത്. ശ്രീ അഡ്വക്കേറ്റ് JR പത്മകുമാർ, കേന്ദ്രത്തിനെ നോട്ട് നിയന്ത്രണത്തിന്റെ പേരിൽ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് തുടങ്ങിയ ബഡ്ജറ്റ് അവതരണമാണ്. ഇതിനകത്ത് പറയുന്ന പല പ്രഖ്യാപനങ്ങളും പല കാര്യങ്ങളും ഒരുപക്ഷെ ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അത് ചർച്ചയിലേക്ക് വരുന്നതിന് പകരം ഈ അവസരം കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നോ? നിയമപരമായിട്ടും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും നിലനിൽക്കാത്ത ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉയർത്തുമ്പോൾ. അങ്ങനെയല്ല, കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് കണ്ടല്ലോ, ഈ ONVയുടെ ഒക്കെ പേര് പറഞ്ഞു. ഇപ്പം MD എന്ന് അദ്ദേഹം ഒരുപാട് സമയം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ സാഹിത്യകാരൻ MT വാസുദേവൻ കുറിച്ചായിരിക്കും പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ബഡ്ജറ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ MT ആണ്, ഒന്നുമല്ല, ഇത് ശൂന്യമാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഏറ്റവും ഗൗരവമായ പ്രശ്നം, ഈ വസ്തുത പുറത്തു വന്നു എന്നുള്ളതാണ്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. വൈകിട്ട് ഇത് മുഖ്യമന്ത്രിയെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം പിന്നെ വളരെ ഭദ്രമായി കൊണ്ടുവന്ന് രാത്രി തന്നെ പ്രിന്റ് ചെയ്ത് കവറിനകത്താക്കി, ഒരെണ്ണം കവറിൽ ബാഗിനകത്താക്കി ധനകാര്യമന്ത്രി സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതുവരെ വളരെ ഇത് പുറത്തു വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ കവറ് നിയമസഭയിലെ MLA-മാർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കോപ്പി തയ്യാറാക്കി വേറെ പത്രത്തിൽ കൊടുക്കാൻ വച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അത്തരത്തിലൊരു നടപാടിന് സ്പീക്കറുടെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ വേറൊരു അഡ്വക്കേറ്റ് JR പത്മകുമാർ, എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കേരളത്തിൽ പരിചയമില്ലാത്തത് കൊണ്ടാണോ അങ്ങ് ഇത് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഇത് എത്രയോ കാലങ്ങളായി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ബ്രീഫ് ഹൈലൈറ്റ്സ് എപ്പോഴും തയ്യാറാക്കി വെക്കും, അത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും, അത് അവർക്ക് എത്തിക്കുകയും ചെയ്യും. ഈ കാര്യം പൂർണ്ണ ബഡ്ജറ്റിന് പുറമേ ഉള്ള കാര്യമാണ്. അങ്ങനെ അല്ലല്ലോ. എങ്കിൽ പിന്നെ ഈ നിയമസഭയിലെ ഈ MLA-മാരെ നിങ്ങൾ പറ്റിക്കുന്നതല്ലേ? ഞാനത് പറഞ്ഞോട്ടെ, ഞങ്ങളല്ല ഈ നിയമസഭയിൽ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്, അവരുടെ അവകാശത്തെ അവഹേളിക്കുന്നതല്ലേ ചെയ്യുന്നത്. അവർക്ക് തുറക്കാൻ ഈ ധനകാര്യമന്ത്രി പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്പീക്കറുടെ അനുവാദത്തോടുകൂടി കവർ കൊടുക്കുന്നത് അവർക്ക്, ഞാൻ പറഞ്ഞോട്ടെ അല്ലാതെ അവർക്ക് ഇത് അറിയാനുള്ള അവകാശം, നിയമസഭയിലെ സാമാജികർക്ക് അറിയാനുള്ള അവകാശം ഇത് അവസാനം അയച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുന്നേ ഇതൊരു പ്രത്യേകിച്ച് വേറൊരാളുടെ കയ്യിൽ കവറിൽ പൊതിഞ്ഞ് വേറെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇതിന്റെ സാങ്ക്ടിറ്റി പോയി. അതാണ് മനസ്സിലായി. ഇത് അദ്ദേഹം നമ്മുടെ ലോക്സഭാ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ഇത് നിയമസഭയുടെ മെമ്പർമാരുടെ അവകാശത്തിനെതിരെയുള്ള ഒരു ലംഘനമാണ്. അല്ല, ഇത് അങ്ങേക്ക് പറയാം, പക്ഷെ ഇത് ഒരു പൊതുവേദിയിൽ കവലപ്രസംഗം നടത്തുന്ന അവസരത്തിൽ അത് പറയുന്നതിന് പ്രശ്നമില്ല. പക്ഷെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഇവിടെ ശ്രീ PDT ആചാര്യ ഇതാ ഇപ്പോഴും ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതെന്താണ്? ഇത് അവകാശ ലംഘനമല്ല. എത്രയോ തവണ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും വിവിധ ഘട്ടങ്ങളിൽ ഇത് അവകാശ ലംഘനമല്ല, മന്ത്രിക്കെതിരായ അവകാശ ലംഘനമായി കണ്ടിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രം പുതുതായി ഇപ്പോൾ ഇങ്ങനെ എടുക്കണമെന്ന് പറയുന്നതിന് ഈ മന്ത്രിക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മൾ കേട്ട ബഡ്ജറ്റ് വിറ്റ സാഹചര്യങ്ങൾ പോലെ ഒരു അവസരം ഇവിടെ ഉണ്ട് എന്ന് പറയത്തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിലും ചർച്ചയ്ക്കായെങ്കിലും പറയാൻ. അല്ല, കവല പ്രസംഗത്തിനേക്കാളും ഗതികേടല്ലേ ഇത്? കവലയിലാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷെ ഇതിനേക്കാൾ ഭദ്രമായി സൂക്ഷിക്കുക ഒരു സാങ്ക്ടിറ്റി ഉള്ളൊരു സാധനം, വളരെ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇത് പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പത്രത്തിൽ അടിച്ചു വന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ എത്ര സമയം ഉണ്ടാവും? ഇത് വളരെ, ഞാൻ മനസ്സിലാക്കിയത് 9:50 തന്നെ ഇത് പോയി എന്നുള്ളതാണ് അവിടെ നിന്ന്. അതുകൊണ്ട് ഇത് അവകാശ ലംഘനം വേണ്ട. സൈബർ ക്രൈം ഇതനുസരിച്ചിട്ട് ആക്ട് അനുസരിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തട്ടെ. സൈബർ ക്രൈം അല്ല ഇതിനകത്ത് ഇപ്പൊ ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്സിന്റെ പരിധിയിൽ വരുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. അതിന്റെ പരിധിയിൽ ആരാണ് ഇത് തെറ്റിച്ചതെന്ന് വെച്ചാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ കേസിലും നമ്മൾ ഈ അന്യഭാഷാ തൊഴിലാളികളെയൊക്കെ അറസ്റ്റ് ചെയ്യും പോലെ ഇത് പാവപ്പെട്ട ഒരാളിനെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കുക എന്നുള്ളതല്ലേ ഇതിൽ യഥാർത്ഥം എന്താ? ഞാൻ ചോദിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഇത് വളരെ ഭദ്രമായി ഒന്ന് ധനകാര്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്നു, ബാക്കി കവറിലിട്ട് വച്ചിരിക്കുമ്പോൾ അങ്ങ് തന്നെ പറയുന്നത് ഇത് 9:50 ഈ കാര്യങ്ങൾ പുറത്തേക്ക് പോയെന്ന് പറയുമ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ 9:50 ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇത് ഏത് വഴി കൂടെ ചോർത്തി എന്നാണ് പറയുന്നത്? അദ്ദേഹം ചോർത്തി വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥൻ ചോർത്തി എന്ന് പറഞ്ഞാൽ അതുപോലും സൂക്ഷിക്കാൻ കഴിയാത്ത ധനകാര്യമന്ത്രി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് എങ്ങനെ സംരക്ഷിക്കും? ശരി, ഞാൻ തിരിച്ചു. ഈ ഘട്ടത്തിൽ ഈ ചർച്ച നമുക്ക് ബഡ്ജറ്റിലെ വിശദാംശങ്ങളിലേക്ക്
കൂടി പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ശ്രീ PDT ആചാര്യയിലേക്ക് ഒന്നുകൂടി പോയിട്ട് ഞാൻ ഈ ചർച്ച ബഡ്ജറ്റിലെ വിശദാംശങ്ങളിലേക്ക് വരികയാണ്. ശ്രീ PDT ആചാരി, രാഷ്ട്രീയ നേതാക്കൾ, ഒരുപക്ഷെ പ്രതിപക്ഷവുമൊക്കെ എല്ലാ കാലങ്ങളിലും ഇത് അവകാശ ലംഘനമായും മന്ത്രി തെറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലും ഉയർത്തുന്നത് കൊണ്ടാണ് ഇത് തർക്കമാകുന്നത്, സ്പീക്കർക്ക് റൂളിംഗ് കൊടുക്കേണ്ടി വരുന്നത്, കോടതികളിലേക്കും ഒക്കെ എത്തുന്നത്. പക്ഷേ അതിനൊരു അവസാനം വേണമല്ലോ. ഇത് നമ്മുടെ തെരുവുകളിലെല്ലാം യുദ്ധം നടത്തുന്ന അർത്ഥത്തിലേക്ക് നീളാൻ പാടില്ലല്ലോ. ഇത് ഈ സാംസ്കാരികമായി നമ്മുടെ പുതിയ പരിഷ്കൃത സമൂഹത്തിൽ പാർലമെന്ററി സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ അങ്ങേപ്പോലുള്ളവർ ഉപദേശിച്ച് ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ എത്തേണ്ടതാണ്. മന്ത്രി ഈ കാര്യത്തിൽ പരമാവധി എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ? ഇതിപ്പോൾ അവകാശ ലംഘനം അല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് പല പ്രാവശ്യം സ്പീക്കർ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്നാൽ അതേ സമയത്ത് തന്നെ ബജറ്റ് ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല എന്നുള്ളത് ഒക്കെ പരക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇപ്പം മന്ത്രിയുടെ ഓഫീസിലുള്ള ഒരാൾ ആ രീതിയിൽ കെയർലെസ് ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്തത് കൊണ്ട് മന്ത്രിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം അതിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മന്ത്രിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ സഭയിൽ അത് റേസ് ചെയ്യാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മന്ത്രിക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സഭയുടെ മുമ്പാകെ വന്ന് സഭയോട് അത് അപ്പോളജൈസ് ചെയ്യുക, ഈ കാര്യത്തിൽ ഇത് തെറ്റുപറ്റി, അങ്ങനെ നമ്മുടെ ഓഫീസിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ രീതിയിൽ ചെയ്തതാണ്, അതിന് മുമ്പിൽ മറ്റ് ദുരുദ്ദേശങ്ങൾ ഒന്നും ഇല്ലല്ലോ, അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോളജൈസ് ചെയ്യുക, അതോടുകൂടി ആ പ്രശ്നം തീരേണ്ട ഒരു കാര്യമാണ്. കാരണം അതിൽ അത്ര വലിയ ഭയങ്കരമായ ഒരു പ്രശ്നമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് പുതിയ ബജറ്റ് വേണം എന്നാണ്. അതിന് എത്രത്തോളം നിലനിൽക്കുന്നതാണ് ആ വാദം? ആ വാദം അങ്ങനെ നിലനിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇപ്പോൾ ആർട്ടിക്കിൾ 202 202 അനുസരിച്ച് സഭയിൽ എല്ലാ വർഷവും ബജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. അത് അതിൽ വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടന വകുപ്പ് പരിശോധിച്ചാൽ അതിൽ ബജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിന് പറയുന്നത് തന്നെ. അത് ഗവൺമെൻറ്റിൻ്റെ ആ വർഷത്തെ വരവും ചെലവും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, അതാണ് ഈ ബജറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഭരണഘടനയിൽ ഇതൊരു ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിലെങ്ങും അതിൻ്റെ ആ രഹസ്യ സ്വഭാവമൊന്നും ഭരണഘടനയിലില്ല. നമ്മുടെ സഭയുടെ നിയമാവലികളിലും അതൊരു രഹസ്യ സ്വഭാവമുള്ളതായിട്ട് പറയുന്നില്ല. ഇത് ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഈ ടാക്സേഷൻ പ്രപ്പോസൽസ് ആണ് ഇതിനകത്ത് രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടാക്സേഷൻ ഇത് നേരത്തെ ഇത് ലീക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് അതുകൊണ്ട് ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു കാരണം, ഒരു അപ്രിഹെൻഷൻ വെച്ചിട്ടാണ് അതിപ്പോൾ പണ്ട് ബജറ്റ് 5 മണിക്കായിരുന്നു പാർലമെൻറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 6 മണിയാകുമ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ അടയ്ക്കും. അപ്പോൾ ഈ ബജറ്റിൻ്റെ ടാക്സേഷൻ പ്രപ്പോസൽസ് വായിക്കാൻ തുടങ്ങുമ്പോൾ അത് 6 മണിക്ക് ശേഷമായിരിക്കും മിക്കവാറും അത് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്കാക്കിയിട്ടാണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഈ പുതിയ ടാക്സുകളൊക്കെയും തന്നെ രാത്രി 12 മണിക്ക് ശേഷം നിലവിൽ വരികയാണ്. അതൊരു പ്രത്യേക നിയമമുണ്ട്, അതനുസരിച്ചാണത് ടാക്സ് അങ്ങനെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പക്ഷേ അതെല്ലാം മാറി 5 മണിക്കെന്നുള്ളത് ഇപ്പോൾ രാവിലെ 11 മണിക്കായി. ഫെബ്രുവരി അവസാനത്തെ ദിവസം എന്നുള്ളത് മാറ്റി ഇപ്പോൾ ജനുവരിയിലാക്കാം, അല്ലെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി ആക്കാം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു അന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സീക്രസിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അത്ര വലിയൊരു വളരെ ഗൗരവമായ ഒരു പ്രശ്നമായി അത് കണക്കാക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് ഒരു തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് ഒരു മന്ത്രി സഭയുടെ മുമ്പിൽ അത് ഖേദം പ്രകടിപ്പിക്കുന്ന അത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, പ്രൊഫസർ രവീന്ദ്രനാഥ്, ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ആ കാര്യത്തിൽ ഒരു വിശദീകരണം കൂടി താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക? ഈ പറഞ്ഞ അർത്ഥത്തിൽ ഇപ്പോൾ GST വരുന്നതിന് മുൻപുള്ള അവസാനത്തെ ബഡ്ജറ്റാണ്. ഇനി ടാക്സ് പ്രപ്പോസൽസ് പോലും സ്ലാബുകളാക്കിയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ അതൊക്കെ എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. കേന്ദ്ര ബഡ്ജറ്റ് പോലും
നേരത്തെ പ്രീപോൺ ചെയ്ത് അവതരിപ്പിച്ചത് നമ്മൾ കണ്ടു. ആ കാര്യത്തിൽ വാശി പിടിക്കുന്നത് കണ്ടു. രാവിലെ 11 മണിയിലേക്ക് ആക്കുന്നതൊക്കെ ഇപ്പോൾ ശ്രീ PDT ആചാര്യ പറഞ്ഞ പോലെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ മാറേണ്ടതില്ലേ? മാധ്യമങ്ങൾക്ക് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് അതിൻ്റെ ഹൈലൈറ്റ്സ് വരുന്നതിനെ അത് കൊടുക്കാവുന്നതാണെന്ന അർത്ഥത്തിലേക്ക് പോലും ചിന്തിക്കേണ്ട കാര്യമല്ല. ഇതിപ്പോൾ ഒഫീഷ്യൽ സീക്രട്ട് ആയി കാണേണ്ടതില്ല, നിയമസഭയുടെ പ്രിവിലേജ് പോലും അല്ല എന്ന റൂളിംഗ് പോലും ഉള്ളപ്പോൾ എടുക്കേണ്ടതില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ബജറ്റ് പ്രസംഗം മുഴുവൻ കഴിഞ്ഞിട്ടേ ഇത് കൊടുക്കാവൂ എന്നുള്ള ഒരു കീഴ്വഴക്കവും ഒക്കെ ഉണ്ട്. അതേസമയം ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീഡിയയിൽ അത് വന്നു, സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് മുമ്പ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ധനമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തുറന്നു പറയുകയാണ് ചെയ്തത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള സാങ്കേതികമായി അങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല, ഇത് സീക്രട്ട് ഡോക്യുമെൻ്റ് അല്ല എന്നതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും അത് ശരിയല്ല എന്ന് അഡ്മിറ്റ് ചെയ്യാണ്. അങ്ങനെ കൊടുത്തത് തെറ്റാണ്. അങ്ങനെ കൊടുക്കാൻ ഇടവന്ന ഒരാൾ, ആ ആളെ മന്ത്രിസഭ മറ്റെന്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മാറ്റുകയും ചെയ്തു എന്നത് ചെയ്തത് ശരിയായില്ല എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് അഡ്മിറ്റ് ചെയ്യാണ് ചെയ്തത്. അതിൻ്റെ ഒരു മഹത്വം നമ്മൾ കാണണ്ടേ? അത് സീക്രട്ട് ഡോക്യുമെൻ്റ് അത് അങ്ങനെ പറയായിരുന്നില്ലേ? വേണമെങ്കിൽ ഇത് സീക്രട്ട് ഡോക്യുമെൻ്റാണ്, അങ്ങനെ പോയാലും കുഴപ്പമില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ചെയ്തത് കീഴ്വഴക്കമനുസരിച്ച് ശരിയല്ല എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുന്നു. ധനമന്ത്രി തന്നെ അത് ഏൽക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ തീരേണ്ടതാണ് ഈ പ്രശ്നം. കാരണം അതിനപ്പുറം കേരളത്തിൻ്റെ അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ തെറ്റില്ല എന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്നുണ്ടെങ്കിൽ പോലും തെറ്റായി എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന ആ വലിയ മനസ്സ്, ഐസക്കിൻ്റെ മനസ്സ്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റ് ഏറ്റെടുക്കുക. അതിലൊക്കെ അത് പരസ്പരം ഡിബേറ്റ് ചെയ്യാം, എന്താണ് പ്രശ്നം എന്നുള്ള ഡിബേറ്റ് ചെയ്യാം. ഇനി 3 ദിവസം വളരെ ഭംഗിയായിട്ട് ഡിബേറ്റ് ചെയ്യാൻ പോകുന്നു. ഏത് തെറ്റുകളുണ്ടെങ്കിലും അത് തിരുത്താം എന്നുള്ളത് ഏത് ധനമന്ത്രിയും പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കീഴ്വഴക്കം അനുസരിച്ചുള്ള ചെറിയ മാറ്റം വന്നപ്പോൾ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞത് കണക്കിലെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിനെ സ്വീകരിക്കുക, ബഡ്ജറ്റിലെതിരെ അഭിപ്രായങ്ങൾ പറയുക എന്ന രീതിയിൽ പോകണം യഥാർത്ഥത്തിൽ എന്നാണ് അഭിപ്രായം. മറ്റത് കേവലമായിട്ടുള്ള ഒരു അന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ്. അത് വാസ്തവത്തിൽ ഒരു തെറ്റായ കീഴ്വഴക്കവും സൃഷ്ടിക്കും. ഭാവിയിൽ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. എന്തായാലും പ്രതിപക്ഷം പോലും ഡോക്ടർ തോമസ് ഐസക്ക് ബഡ്ജറ്റ് വിറ്റ് കാശാക്കി എന്ന് ആരോപണം ഇതുവരെയും നടത്തിയിട്ടില്ല, അങ്ങനെ നടത്താനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രൊഫസർ രവീന്ദ്രനാഥ്, നമുക്ക് ഈ 2ാം ഘട്ടത്തിൽ മാത്രമാണ് ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സമയത്തിന് ചില പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഇതിൻ്റെ മുദ്ര എന്നുള്ള രീതിയിൽ താങ്കൾ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുക? പ്രത്യേകിച്ച് ഈ ക്ഷേമ ബഡ്ജറ്റാണെന്ന് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ, ആരോഗ്യ, സ്ത്രീ സുരക്ഷാ മേഖലകളിൽ വലിയ ഊന്നൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ താങ്കൾ എടുത്തു പറയും? ഒരു ബഡ്ജറ്റ് ഏറ്റവും പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ. രണ്ടാമത് അഡ്രസ്സ് ചെയ്യേണ്ടത് ആ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെയാണ്. ഇത് രണ്ടും വളരെ സമഗ്രമായി സന്തുലിതമായി അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. പലപ്പോഴും ഇങ്ങനെ ഒരു സന്തുലനം പലപ്പോഴും കാണാറില്ല. സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക, ഇത് വാസ്തവത്തിൽ വളരെ സമർത്ഥമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് സർവതല സ്പർശിയുമാണ്, സന്തുലിതവുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നും വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഡിമോണിറ്റൈസേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ സന്തുലിതവും വളരെ ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്നുള്ളതാണ് പൊതുവിൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ശരി, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഈ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ ആണോ നിങ്ങളും കാണുന്നത്? കാരണം ഇതിലെ പ്രഖ്യാപനങ്ങൾ പലതും, ശുചിത്വ മിഷനെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രഖ്യാപനങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേക വകുപ്പ്, ഈ വരൾച്ചയെ നേരിടാനുള്ള കാര്യങ്ങൾ, വില കയറ്റത്തെ നേരിടാൻ സബ്സിഡി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, മിഷൻ മോഡിൽ കിഫ്ബിയിലൂടെയുള്ള ഒരു വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ
ഈ പറഞ്ഞ അർത്ഥത്തിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് പറഞ്ഞതുപോലെ തന്നെ ഈ നോട്ട് നിയന്ത്രണത്തിലൂടെ ഉണ്ടായ പ്രശ്നങ്ങളെയും കണ്ടുകൊണ്ട് ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെയും അതിനകത്ത് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയല്ലേ? ഞാൻ പ്രൊഫസർ രവീന്ദ്രനാഥിനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊരു സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വപ്ന ബഡ്ജറ്റ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലൊരു സ്വപ്നാടകൻ്റെ ഏത് കാര്യത്തിനും വിഭവം വേണ്ടേ? ഈ വിഭവം എവിടെയാണ്? വിഭവം എവിടെ നിന്ന് സമാഹരിക്കും? അതേ വിഭവം സമാഹരിക്കുന്നത് കാണുന്നത് ഒറ്റ ലക്ഷ്യത്തിലാണ്. എല്ലാ വിഭവങ്ങളും ഇതെല്ലാം നടപ്പാക്കണമെങ്കിൽ അദ്ദേഹം കാണുന്നത് കിഫ്ബിയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം പുറത്തുള്ള ബഡ്ജറ്റിനകത്തുള്ള കാര്യങ്ങളുണ്ട്. അല്ല, ഇപ്പോഴുണ്ട് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു 20,000 കോടി ഞങ്ങൾ സമാഹരിക്കും. കഴിഞ്ഞ ജൂലൈയിൽ പറഞ്ഞതാണ്. 20,000 ചെറിയ ഉദാഹരണം, 20,000 കോടി കിഫ്ബിയിൽ നിന്നും സമാഹരിക്കും. അത് റോഡുകൾക്കും പാലങ്ങൾക്കും വെള്ളത്തിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ വിതരണം ചെയ്യും. അതിന് കുറേ കാര്യങ്ങളും പറഞ്ഞു. ഈ 20,000-ൻ്റെ കാര്യത്ത് 1024 കോടി രൂപ മാത്രമാണ് ഈ കാര്യത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് 20,000 എന്നുള്ളത് 50,000 കോടി സമാഹരിക്കും ചിട്ടി അനുസരിച്ചതാണ്. അങ്ങനെ വന്നാൽ കഴിഞ്ഞ അടുത്ത വർഷം അദ്ദേഹത്തിന് 2,000 കോടി സമാഹരിച്ചുകൊണ്ട് ചെയ്യാം. ഈ 2,000 കോടി സമാഹരിച്ചാൽ നമ്മൾ ഈ കാണുന്ന ഏത് ഈ സന്തുലിതത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? ഒരു സ്വപ്നം അതെനിക്ക് തോന്നുന്നു ഒരു ശുഭാപ്തി വിശ്വാസക്കുറവല്ലേ. 2,000 കോടിയാണ് അടുത്ത വർഷം സമാഹരിക്കാമെന്ന് ഡോക്ടർ ഐസക് ഇതിൽ പറഞ്ഞിട്ടില്ല. 50,000 കോടി സമാഹരിക്കുന്ന 5 വർഷം കൊണ്ട്. ഈ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 20,000 കോടി സമാഹരിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 1024 കോടിയാ സമാഹരിച്ചേക്കാം. അതിന് കണക്കുണ്ട്. പക്ഷെ അത് ഇനി അങ്ങോട്ട് മാർച്ച് 31-നകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി 1 ലക്ഷം പേരിൽ നിന്ന് KSFE വഴി പിരിക്കും എന്നാണ്. 1 ലക്ഷം അല്ല, 2 മാസക്കാലം കൊണ്ട് എത്ര വലുതാലും 1004-ന്റെ കൂടെ എത്ര കൂടും? 20,000 കോടി സമാഹരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞ ഈ സ്വപ്ന സഞ്ചാരിയുടെ കാര്യത്തിൽ അടുത്ത പ്രാവശ്യവും ഈ സ്വപ്നങ്ങളൊക്കെ ഈ ചെറിയത് എവിടെ നിന്നാണ് പണമില്ലാതെ നടക്കുമോ? പണം കണ്ടെത്താനുള്ള മാർഗം അത് ഈ ബഡ്ജറ്റ്. ശരി, അതിന് മറുപടി ശ്രീ പ്രൊഫസർ രവീന്ദ്രനാഥ് പറയട്ടെ. പക്ഷെ അതിനു മുമ്പ് ശ്രീ JR പത്മകുമാർ, ഈ കാര്യത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ്. അതിനെ അദ്ദേഹം നല്ല ഭാഷയിൽ തന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ആ വാചകം അദ്ദേഹം പറഞ്ഞത്. പത്തായം പൂട്ടി പാഠം പഠിപ്പിക്കുന്ന 4 കെട്ടിലെ വല്യമ്മാമനെ പോലെയാണ് കേന്ദ്ര സർക്കാർ, പൂട്ടി താക്കോൽ വിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ റേഷൻ വിതരണത്തെ അട്ടിമറിച്ചതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവിടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ 900 കോടിയുടെ സബ്സിഡി പോലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂടി തലവേദനയാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ല, അത് മാത്രമല്ല, ഈ ഇല്ലം ചുട്ട അപ്പുണ്ണീരാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഒന്ന് വായിക്കണം. ഈ MDയുടെ സാഹിത്യം വായിക്കാൻ അദ്ദേഹം എടുത്ത സമയം, ആ ഒരു ശ്രദ്ധ ഈ ബഡ്ജറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. അല്ല, പ്രഖ്യാപനങ്ങളെ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞതുകൊണ്ട് MDയെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മൊത്തം പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ONV ശ്രീനാരായണ ഗുരു, ഇന്ന് MDയും കിബിയും ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഇതിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതിൽ ഈ എന്തെങ്കിലും ഇദ്ദേഹം ക്രിയാത്മകമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്? ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളും ഞങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണം. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ 8 മാസം മുമ്പ് പറഞ്ഞതിൽ 10% പോലും അദ്ദേഹം നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. എങ്കിലല്ലേ ഇത് വിശ്വസിക്കാൻ പറ്റൂ. പിന്നെ അദ്ദേഹം പറയും വിശ്വാസമില്ല എന്ന് പറഞ്ഞ കാര്യം, കുറേ കാലം മുമ്പ് ഇദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നോ പറഞ്ഞു, ഞാൻ മലമ്പുഴ ഡാമിൽ ചെന്ന് 10,000 മണൽ അത്രയും കോരി 10,000 കോടി രൂപ ഉണ്ടാക്കി ഇവിടെ അങ്ങ് സ്വർഗരാജ്യമാക്കും. എന്തെന്ന് ഒന്നും നടന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു കേരളത്തിൽ എല്ലാവർക്കും പലിശ രഹിത വായ്പ കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഇസ്ലാമിക ബാങ്ക് കൊണ്ടുവരുന്നു. ഒന്നും നടന്നില്ലല്ലോ. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു ഇവിടുത്തെ സഹകരണ മേഖലയിലും ചെറിയ പ്രൈമറി സഹകരണ സംഘങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള ബാങ്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വാക്ക് ഈ ബഡ്ജറ്റിനകത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഡോക്ടർ ഐസക് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ വീണ്ടും പറഞ്ഞില്ല എന്നുള്ളതാണോ നിങ്ങളുടെ? പറഞ്ഞില്ല എന്നല്ല, ആ കാര്യങ്ങളെല്ലാം പരാജയമായിരുന്നു. ആ പരാജയം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടല്ലേ ഇന്ന് പറയുന്നതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഡോക്ടർ ഷൈജുമോൻ, ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണല്ലോ താങ്കൾ. ഈ പറഞ്ഞ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. സാമ്പത്തികമായി ഡോക്ടർ തോമസ് ഐസക് നേരിടുന്ന വെല്ലുവിളി ഒരു വശത്തുണ്ട്, നോട്ട് മാന്ദ്യം. ഇപ്പുറത്ത് ഇവിടെയുള്ള പരമ്പരാഗതമായ പല രീതിയിലുള്ള മുൻ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അതാണ് ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ 5 വർഷങ്ങളിലെ സാമ്പത്തിക കെടുകാര്യസ്ഥതയൊക്കെ ഇന്നലെ ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നടുക്ക് നിന്നുകൊണ്ട് ഈ സ്വപ്നം അദ്ദേഹത്തിന് കാണാൻ ഉള്ള വലിയ ഒരു അതിക്രമമാണോ അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്? അല്ല, ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ഒരു ബാലൻസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയിലെയും ഒരു ബാലൻസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പദ്ധതികൾ നോക്കിയാൽ നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പുഷാണ് നോക്കുന്നത്. ലോങ് ടേം ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ പുഷ് അത്യാവശ്യമാണ്. കൂടാതെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ്, സ്ത്രീകളുടെ പ്രത്യേക പരിഗണന, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, അതായത് നോട്ട് നിരോധിക്കലിലൂടെ ഉണ്ടായിട്ടുള്ള സാഹചര്യം, കൂടാതെ വരൾച്ച, ക്യാഷ് ക്രോപ്സിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രൈസസ് ഡൗൺ ആയിട്ട് വരുന്ന ഒരവസ്ഥ, ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഇതെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് ഒരു ബാലൻസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ബാലൻസ്ഡ് ആയിട്ട് 2 ബാലൻസ് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. എക്കണോമിക് ബാലൻസും സോഷ്യൽ ആൻഡ് മറ്റ് പോളിസിയുടെ ബാലൻസും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഫിനാൻസസ് ബാലൻസ് വരുത്തിയോ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഇതിൽ കാണുന്നത്. 16,000 കോടി രൂപയുടെ അധിക റവന്യൂ ചെലവ് പ്രതീക്ഷിച്ചുകൊണ്ട്, അതായത് കമ്മി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അധിക വിഭവ സമാഹരണം ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ ബില്ല് നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത് ടാക്സ് റവന്യൂ കൂടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 2,500 കോടി രൂപയോളം ടാക്സ് റവന്യൂ കൂടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ടാക്സ് റവന്യൂ GST പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ്. ടാക്സ് റവന്യൂ കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് തന്നെ ധനമന്ത്രി അവസാനം പറയുകയുണ്ടായി, ഏകദേശം ഒരു 20,000 കോടിയോളം രൂപ അടുത്ത 4 വർഷം കൊണ്ട് കിട്ടുകയും അത് കാരണം ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ തീർച്ചയാണ്, അത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റും. മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പുഷ് മുഴുവൻ കിഫ്ബി ബാങ്ക് വഴി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എനിക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, 16,000 കോടി രൂപയുടെ റവന്യൂ എക്സ്പെൻഡിച്ചറും തൽക്കാലം മീറ്റ് ചെയ്യാൻ, അടുത്ത വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കമ്മി മീറ്റ് ചെയ്യുന്നതും കിഫ്ബി വഴി ആക്കാൻ പോകുന്നു എന്നുള്ള ഒരു ട്രെൻഡാണ് വരുന്നത്. അങ്ങനെ മാറ്റിയാൽ നമ്മുടെ ഈ ഡെറ്റ് അല്ലെ കടബാധ്യത ഗവൺമെന്റിൽ നിന്ന് മാറ്റി ഓട്ടോണമസ് ആയിട്ടുള്ള കിഫ്ബിയിലേക്ക് മാറും എന്നതിനേക്കാൾ ഉപരി മറ്റൊരു വ്യത്യാസം ഉണ്ടാകാനില്ല. പക്ഷേ എൻ്റെ ഒരേ ഒരു പ്രശ്നം, ഈ കിഫ്ബിയിൽ നിന്ന് എടുക്കുന്ന പണം മുഴുവൻ ക്യാപിറ്റൽ മൂലധന ചെലവിന് മാത്രമായിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലൊരു പോളിസിയാണ്. നമുക്ക് കഴിഞ്ഞ 7 മാസം കൊണ്ട് നടത്തിയ പോളിസികളിൽ പലതും ഇപ്പം ഡയാലിസിസ് സെന്ററുകൾ 40 അനുവദിച്ചു. ഇത് കിഫ്ബിയിൽ നിന്നാണ് ഫിനാൻസ് ചെയ്യുന്നത്. ഇത് തിരിച്ച് ഗവൺമെന്റിന് പണമായിട്ട് കിട്ടാവുന്ന, അല്ലെങ്കിൽ കിഫ്ബിയിലേക്ക് ഈ പണം പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, മാർക്കറ്റ് ബോറോയിങ് നടത്തിയ പണം ഗവൺമെന്റ് ഇനി പദ്ധതി വിഹിതം അല്ലെങ്കിൽ ബഡ്ജറ്ററി സപ്പോർട്ടോട് കൂടി കിഫ്ബിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കാതിരിക്കണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ആ കിഫ്ബി എന്നുള്ള പണം ചെലവാക്കേണ്ടത് മൂലധന ചെലവായിട്ടായിരിക്കണം. നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അല്ല, കിഫ്ബി എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോളിസിയാണ്. എനിക്കത് വളരെ, ഞാൻ ഈ ഗവൺമെന്റിനെ കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഒരു ആൾട്ടർനേറ്റ് മോഡലാണ്, ഒരു സംസ്ഥാനവും ചെയ്യാത്ത ഒരു ആൾട്ടർനേറ്റ് മോഡലാണ് പ്രപ്പോസ് ചെയ്തത്. വളരെ ശരി. പ്രൊഫസർ രവീന്ദ്രനാഥ്, ഈ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി? ഇതിലത് ആരോപണമല്ല, വ്യത്യസ്തമായ അഭിപ്രായമാണ്. സാമ്പത്തിക ശാസ്ത്രപരമായ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇതിൽ എങ്ങനെയാണ് സന്തുലിതമാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് 2 തരത്തിൽ. ഒന്ന്, നമുക്ക് നേരിട്ട് മനസ്സിലാവും, ജനങ്ങളുടെ ക്ഷേമം നോക്കുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ മറുവശത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നമ്മൾ തിരിച്ചറിയണം. ഇപ്പം നമ്മുടെ ഈ ബഡ്ജറ്റ് 26,000 കോടി രൂപയാണ് മൊത്തം. വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലുള്ള തുകയുടെ എത്രയോ മടങ്ങ് തുക ഇക്കോണമിയിലുണ്ട്. ഈ ഒരു പ്രശ്നമാണ് നമ്മൾ കാണേണ്ടത്. എത്രയോ മടങ്ങ് തുക, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ ഇക്കോണമിയിലുണ്ടാവും. പക്ഷേ ബഡ്ജറ്റിനകത്ത് 24,000 കോടി രൂപയുള്ളൂ. ഈ 24,000 കോടി രൂപ കൊണ്ട് ജനങ്ങളുടെ ഈ പ്രശ്നം അത് മൊത്തം വരുന്നത്. ഇത് നമുക്ക് ഈ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത, അതായത് നിക്ഷേപം നടത്താൻ പറ്റാതെ വരുമ്പോൾ പൊതുവായി സ്വീകരിച്ചു വരുന്ന നയം രാജ്യത്തിൻ്റെ പുറത്ത് നിന്ന് ലോകബാങ്ക്, IMF ഒക്കെ കടം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒരു ലോകം മുഴുവൻ നടന്നു വരുന്നൊരു പ്രക്രിയ. അതാണ് ഇവിടെ ബഡ്ജറ്റിലുള്ള പണത്തിൻ്റെ നിരവധി മടങ്ങ് ഇക്കോണമിയിലുണ്ടെങ്കിലും ആ ഇക്കോണമിയുടെ പണം ഉപയോഗിക്കാനുള്ള ഒരു ടെക്നിക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ സയൻസ്. ഇവിടെ തന്നെ ഉണ്ട് പണം. ആ പണം ഈ ഇക്കോണമിയിൽ നിന്നും കേരള ബഡ്ജറ്റിലേക്ക് നേരിട്ട് ബഡ്ജറ്റിലേക്ക് വരില്ല, എങ്കിലും ബഡ്ജറ്റിൻ്റെ സ്വാധീനത്തിൽ ആ തുക കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപിക്കുക എന്ന ഒരു ടെക്നിക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി തോമസ് ഐസക്ക് രൂപീകരിച്ച അല്ലെങ്കിൽ ആവിഷ്കരിച്ച ഒരു ഉപകരണം എന്ന രീതിയിലാണ് കിഫ് ബോർഡിനെ നമ്മൾ കാണേണ്ടത്. വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയിൽ മുഴുവൻ വേണമെങ്കിൽ ഇത് പകർത്താവുന്ന ഒന്നാണ്. കേന്ദ്ര സർക്കാരും ഇത്തരത്തിൽ ഒരു സംവിധാനം കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ഇന്ത്യയുടെ ബഡ്ജറ്റിലുണ്ടായ നിരവധി മടങ്ങ്, എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ തുക, ഒരു 200 ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടാം.
ആ തുക നമ്മുടെ ഇക്കോണമിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഉപയോഗിക്കത്തക്ക രീതിയിൽ ബഡ്ജറ്റ് പുഷിങ് ഉണ്ടാകുന്നില്ല. എന്നിട്ട് ധനക്കമ്മി കുറയാതിരിക്കത്തക്ക രീതിയിൽ ഉള്ള ആക്ഷൻസ് എടുക്കുകയും ചെയ്യണം. ഇത് രണ്ടും ചേരണം. ധനക്കമ്മി കൂടിക്കോട്ടെ എന്നുള്ളതാണ് ഡോക്ടർ ഐസക് എന്നും പറയുന്ന ഒരു പ്രധാനം. അത് രണ്ട് പോളിസിയാണ്. ധനക്കമ്മി കുറയ്ക്കണം എന്ന് പറയുന്ന ഒരു നയവും ധനക്കമ്മി കൂടിക്കോട്ടെ, കൂട്ടണം എന്നല്ല, കൂടിക്കോട്ടെ എന്നുള്ള ഒരു നയവും. ഈ രണ്ട് നയവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ധനക്കമ്മി കൂടിക്കോട്ടെ എന്നുള്ള നയം നടപ്പിലാകണമെങ്കിൽ ഇക്കോണമിയിലെ പണം തന്നെ ബഡ്ജറ്റ് വഴിക്ക് ഈ മണ്ണിലിറങ്ങും. ഈ സയൻസ് മനസ്സിലാക്കാതെ ഈ ബഡ്ജറ്റിന്റെ ബ്യൂട്ടി മനസ്സിലാവില്ല. ഷാജിമോനിലേക്ക് വരാൻ മുമ്പ് ഡോക്ടർ ശൂരനാട്, ഈ പറഞ്ഞ പരീക്ഷണം ഒരുപക്ഷെ ആദ്യത്തേതാണ് എന്നുള്ളത് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു പരീക്ഷണം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് കണ്ടു ശീലിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് നോക്കി കൊടുക്കാനുള്ള ഒരു സമയത്തിന്റെ ഒരു പരിധി നമ്മൾ കാണണ്ടേ, അത് കൊടുക്കണ്ടേ? അതെ, ഇവിടെ മിനിസ്റ്റർ പറഞ്ഞത് ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു നല്ല ഭാഗമാണ്. കാരണം എക്കോണമിയിൽ നിൽക്കുന്ന ഐഡിയലായിട്ടുള്ള പണം, ആ പണം നമ്മുടെ സാമൂഹിക വികസനത്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും വേണ്ടി പര്യാപ്തമായ രീതിയിൽ സമാഹരിക്കുക എന്നുള്ളത് ആധുനിക ബഡ്ജറ്റേറിയയുടെ ഏറ്റവും നല്ല സങ്കേതം തന്നെയാണ്. പക്ഷേ അതിന് ഇദ്ദേഹം നോക്കിയ ഒരു വഴിയെപ്പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല. ധനകാര്യമന്ത്രി നല്ലൊരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ്. പക്ഷേ അതിൽ അദ്ദേഹം പരാജയമാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ജൂലൈ മുതൽ അദ്ദേഹം ആവർത്തിക്കുന്ന കാര്യത്തിൽ 20,000 കോടി ലക്ഷ്യം വെച്ച് കണ്ട ആ രീതിയിൽ ചിട്ടിയിൽ കൂടെ വരുത്തുമെന്ന് കണ്ടപ്പോൾ 1,004 കോടിയേ കിട്ടിയുള്ളൂ. ഡോക്ടർ ശൂരനാട്, ഇപ്പോൾ ഡോക്ടർ ഐസക്കിനെ അങ്ങേ പോലുള്ളവർ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസും BJPയും വിമർശിക്കുന്നതിന് ഒരു കാരണം ഈ ആദ്യത്തെ ബഡ്ജറ്റിൽ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യത്തെ ബഡ്ജറ്റ് സമ്പൂർണ്ണ ബഡ്ജറ്റല്ല, നേരത്തെ ഒരു ബഡ്ജറ്റ് ഉമ്മൻചാണ്ടി സർക്കാർ അവതരിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ടാണ്, അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്റ് വരുന്നതിന് തലേദിവസം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറഞ്ഞതിനകത്ത് 2011 മുതൽ 2015 വരെയുള്ള സർക്കാരുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സാമ്പത്തിക ധൂർത്തിനെ കുറിച്ചും കെടുകാര്യസ്ഥതയെക്കുറിച്ചും വിമർശിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഒരു കുറച്ച് കാര്യം കൂടി പറയാം. ഒരു കാര്യം ഞാൻ ഡിസ്കഷന് വേണ്ടി പറയുന്നതാണ്. അതൊരു ഹെൽത്ത് ഡിസ്കഷൻ ആവാൻ ഈ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ, ഈ 8 മാസം മുമ്പാണ് ഒരു ബഡ്ജറ്റ് ഡോക്ടർ ഐസക് അവതരിപ്പിച്ചിട്ട് കേരളത്തിൽ ആദ്യമായി കിഫ് ബോർഡ് എന്നുള്ളൊരു സംവിധാനം മുന്നോട്ട് വയ്ക്കുന്നത്. അന്ന് കിഫ്ബി എന്ന് പറയുന്നു, ആ അക്ഷരം 4 എണ്ണമുണ്ട് എന്നല്ലാതെ വേറൊരു സംവിധാനവും കേരളത്തിലില്ല. ആദ്യമായിട്ട് കിഫ് ബോർഡ് ഉണ്ടാക്കത്തക്ക രീതിയിൽ സമഗ്രമായിട്ടുള്ളൊരു നിയമം ഉണ്ടാവണം. ആ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ വിശദമായിട്ടുള്ള ചർച്ച നടക്കണം. കാരണം ഇക്കോണമിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് പമ്പ് ചെയ്ത് വരാൻ പോകുന്നത്. അതിനുള്ള ആ 2-3 മാസക്കാലം വളരെ വിശദമായി നിയമനിർമ്മാണത്തിന് വേണ്ടി സമയമെടുത്തിട്ട് അതിന് നിയമം ഉണ്ടാക്കി കിഫ് ബോർഡ് രൂപീകരിക്കുകയാണ്. കിഫ് ബോർഡ് രൂപീകരിക്കാൻ തന്നെ 8 മാസം മുമ്പുള്ള തീരുമാനത്തിൽ നിന്ന് 3-4 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ കിഫ് ബോർഡിലേക്ക് മറ്റുള്ള എൻ്റെ വകുപ്പടക്കം, വിദ്യാഭ്യാസ വകുപ്പടക്കം അതിലേക്ക് പ്രോജക്റ്റ് കൊടുക്കുന്നത് എങ്ങനെ? പ്രോജക്റ്റ് കൊടുക്കുന്നതിന് സാധാരണ PWDക്ക് ഒരു AS കൊടുക്കത്തക്ക രീതിയിലല്ല കൊടുക്കേണ്ടത്. അപ്പോൾ ആ പ്രോജക്റ്റ് കൊടുക്കുന്നത് എങ്ങനെയെന്നും ഡിപ്പാർട്ട്മെൻറ്റുകളെ പഠിപ്പിച്ചും കിഫ് ബോർഡിലേക്ക് പ്രോജക്റ്റ് വരുന്നതിനുള്ള വഴി ഒരുക്കേണ്ടതുണ്ട്. ഇതിനും സമയം നീങ്ങുന്നത് വളരെ വളരെ സൂക്ഷിച്ച് ഇത്രയും വലിയൊരു സംവിധാനത്തെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കും. എന്നിട്ട് പോലും 5000 കോടി രൂപയുടെ പ്രോജക്റ്റ് കിഫ്ബിയിൽ പാസ്സായിട്ടുണ്ട്. 5000 കോടി രൂപ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര സമയമുണ്ട്? 3-4 മാസം നിയമം ഉണ്ടാക്കാൻ, ബാക്കി 2 മാസം അത് അറേഞ്ച് ചെയ്യാൻ. 2-3 മാസത്തിനുള്ളിൽ തന്നില്ല. ഈ മാർച്ച് 23 വീണ്ടും കിഫ്ബി ചേരുക. അതിൽ ഏകദേശം 15,000 കോടി. കിഫ്ബിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നാട്ടിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് തെറ്റായി പോകും എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നല്ല കാര്യമാണ്, ഒരു പക്ഷേ നല്ലതായിരിക്കും. വേറെ ഒരു വിഭവസമാഹരണത്തെ പറ്റി അദ്ദേഹം കാണുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള ഏറ്റവും വലിയ തകരാറ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. 700 കോടി രൂപ നെല്ല് സംഭരണത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വെച്ചു. 1 രൂപ പോലും അതിനുവേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും നെല്ല് കൊടുത്തവർക്ക് ആർക്കും പണം കൊടുത്തിട്ടില്ല. ഇപ്പോഴും ആ 700 കോടി രൂപ അദ്ദേഹം ഇപ്പോൾ അല്ല, കഴിഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈ KM മാണി അവതരിപ്പിച്ച, ശ്രീ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ആ ബഡ്ജറ്റിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പൊ അത് ശ്രീ ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത് തന്നെ ആകാം ഈ 700 കോടി രൂപ. അതുപോലെ തന്നെ കശുവണ്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 11 MLA-മാരെ LDFന് തന്ന സ്ഥലമാണ് കൊല്ലം. കശുവണ്ടി ഫാക്ടറി അടച്ചതിൻ്റെ പേരിലാണ് ഞങ്ങളൊക്കെ തോറ്റതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ
അവിടെ ആ കാഷ്വാലിറ്റി ഫാക്ടറികൾ തുറക്കാൻ വേണ്ടി 42 കോടി രൂപ കൊടുക്കും, 30 കോടി രൂപ ഇതിനു വേണ്ടി കൊടുക്കും എന്ന് ഈ ജൂലൈ അവതരിച്ച പ്രസിഡന്റ് കൊടുത്തു. ശരി. ഇപ്പോഴും കാഷ്വാലിറ്റി ഫാക്ടറികൾ ശ്രീ അടച്ചിട്ടേക്കാം. ജെ ആർ പത്മകുമാർ, ഈ അടച്ചിടക്കാം. ശ്രീ ശൂരനാടിനെ പോലുള്ളവർ തോറ്റത് എന്തുകൊണ്ടാണെന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിന് നിങ്ങളുടെ പാർട്ടിയുടെയും കൂടി ഉത്തരവാദിത്വം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ആ ചർച്ചയിലേക്ക് ഇപ്പൊ പോകരുത്. പക്ഷേ ഈ ബഡ്ജറ്റിനെ കുറിച്ച് അല്ല, ഇതില് ഇദ്ദേഹം ഓരോ സമയത്തും ഓരോ ബലിയാടുകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹം ഒന്നും അതിനകത്ത് കാണുന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ, ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയായിരുന്നു ഈ നാട് മൊത്തം കുഴപ്പമാക്കിയത്, അതുകൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് ഇപ്പം ഡിമോണിറ്റൈസേഷൻ്റെ കാര്യം പറഞ്ഞ് തൽക്കാലം ഇനി അടുത്തതിന് അദ്ദേഹം പറയും ട്രംപാണ് കുഴപ്പം, അതുകൊണ്ട് എൻ്റെ ബഡ്ജറ്റ് അടുത്തതിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയും. പക്ഷേ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഇത് ഇത് ഈ കിബി എന്ന് പറയുന്നത് കടമാണ്. കടമെന്ന് പറയുന്നതിൽ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് ലാഭം പ്രതീക്ഷയുണ്ട്. ഇതെങ്ങനെ റീപേയ്മെന്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ല. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ ശ്രീ പത്മകുമാർ, നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. ഈ ബഡ്ജറ്റ് അവതരണത്തിൽ മുഖ്യമായി പറയുന്നത് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നോട്ട് ബന്ദി പരിപാടിയാണ്. അത് എത്രത്തോളം ഈ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കി എന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും പറയുന്നു? അല്ലല്ല, ഇദ്ദേഹത്തിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഇപ്പോഴത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ സെൻട്രലിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷിച്ചത് 28,135 രൂപ. റിവൈസ് എസ്റ്റിമേറ്റ് നോക്ക് 36,000 കോടി രൂപ അധികം സെൻട്രലിൽ നിന്ന്. ഈ സമയത്താണ് സെൻട്രൽ ഇപ്പൊ ഒരു മൂന്നാം ഭാഗത്തിലെ ഒരു വളർച്ചയുടെ നിരക്ക് ഇപ്പൊ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. സെൻട്രലിന് എവിടുന്ന ഈ പണം വരുന്നത്? ജനങ്ങൾ കഷ്ടപ്പെടുമ്പോഴും പണം ചില മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ ബാങ്കുകളിലെല്ലാം പണം എന്ന് പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, പണം ഇഷ്ടം പോലെ ഉണ്ടെന്നാണോ എന്റെ അർത്ഥം? പണം കേന്ദ്രത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇദ്ദേഹത്തിന് കടം കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് വാങ്ങുക, അൺലിമിറ്റഡ് ചെലവാക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലയൻ. അപ്പോൾ രണ്ടും ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, മെച്ചമായ സാമ്പത്തിക സ്ഥിതിയുള്ള ആളിനെ പൈസ കടം വാങ്ങിയിട്ട് മെച്ചമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്താൻ പറ്റൂ. ഇല്ലാത്ത ഒരാൾ കടം വാങ്ങി ആളുകൾ മാത്രം ജീവിച്ചാൽ മതി. പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കണ്ടേ? കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ കിബി കടം വാങ്ങിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ആണ് കടം വാങ്ങുന്നത്. കിബി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് അതിന്റെ അവസാനത്തെ ബോണ്ടൊക്കെ കൊടുത്ത് അതിന്റെ ലൈബിലിറ്റി വരുന്നത്. മെച്ചമായ സാമ്പത്തിക സ്ഥിതിയുള്ള ആള് കടം വാങ്ങിയാലേ മെച്ചമായിട്ട് വികസന പ്രവർത്തനം നടത്താൻ പറ്റൂ. ഇല്ലാത്ത ആള് കടം വാങ്ങിയാൽ ഈ കിടപ്പാടം പറയാൻ സമ്മതിക്കാതെ താങ്കളുടെ ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ്. അതല്ല, അങ്ങനെ അല്ലെങ്കിൽ കടം വാങ്ങി ആഡംബര ജീവിതം നയിക്കുന്നതിന് തുല്യമാണ്. കാര്യം പറയട്ടെ, പ്രൊഫസർ യെസ്, ഈ കടം വാങ്ങുക എന്നുള്ളത്, കടം വാങ്ങി എന്ത് ചെയ്യുന്നു എന്നുള്ളതും ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. കടം വാങ്ങി നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കടം വാങ്ങുന്നതുകൊണ്ട് കൂടുതൽ അപകടം ഉണ്ടാവുള്ളൂ. പക്ഷേ വാങ്ങുന്ന കടം മൂലധന നിക്ഷേപമാക്കി മാറ്റി റവന്യൂ വരുമാനത്തിൽ വർധനവുണ്ടാക്കി റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ച് റവന്യൂ കമ്മി കുറയ്ക്കുന്ന ദിശയിലാണ് കടം വാങ്ങേണ്ടത്. അത് തന്നെ ഇവിടെ വന്ന് 15,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപമാണ് അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ കടം വാങ്ങിക്കുന്ന തുക കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നത് വ്യവസായത്തിൻ്റെയും കൃഷിയുടെയും എല്ലാം വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കടം വാങ്ങുന്നു എന്നുള്ളത് എന്തിനു വേണ്ടി ഈ കിബിയുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിന് ഓപ്ഷൻ ഉണ്ട്. അവർക്ക് കൂടെ താല്പര്യമുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. KSRTCക്ക് നിങ്ങൾ രാജ്യത്തിന്റെ സേവനം ഒന്നും പറഞ്ഞുകൊണ്ട് ആരും കൊണ്ടൊന്നും നിക്ഷേപിക്കില്ല. വനത്തിന്റെ ഇടയിൽ വനസംരക്ഷണം, അതിൻ്റെ അവിടെ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ കുഴിവെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും കൊണ്ട് നിക്ഷേപിക്കില്ല. അപ്പൊ അവർക്ക് താല്പര്യമുള്ളതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയത്തിന്റെ പരിമിതിയോട് എന്നോട് ദയവായി ക്ഷമിക്കാൻ ഡോക്ടർ ഷൈജുമോൻ. ഞാൻ വളരെ സാഹസമാണ് പറയുന്നത്, എനിക്കറിയാം. 1 മിനിറ്റിൽ താഴെ താങ്കൾ എടുക്കാവൂ. താങ്കൾ പെട്ടെന്ന് സാമ്പത്തികമായ വലിയ ഫോർമുലകളൊക്കെ ഉപയോഗിച്ച് ഒന്ന് വിശദീകരിക്കും. അല്ല, ഇത് ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും ചെലവ് കുറച്ചുകൊണ്ടൊരു ബഡ്ജറ്റ് നമുക്ക് ഇപ്പോൾ അവതരിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഡിമാൻഡ് താഴ്ന്നിരിക്കുന്ന സമയത്ത് അത് പറ്റില്ല. ചെലവ് കൂട്ടണം, പക്ഷെ കടം വാങ്ങിച്ച് ചെലവാക്കുകയും വേണം. പക്ഷേ ഈ കടം വാങ്ങിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കടം വാങ്ങിച്ച പണം റവന്യൂ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഗവൺമെൻറ് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ കിഫ്ബിയിലൂടെ വരുന്ന പണം എളുപ്പ വഴിയായിട്ട് റവന്യൂ ചെലവുകൾക്ക് വേണ്ടി ഇനി ഒരുപക്ഷെ സാലറി കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ KSRTCക്ക് സപ്പോർട്ട് ചെയ്യാൻ പണമില്ലാതെ വരുമ്പോൾ കിഫ്ബിയിൽ നിന്ന് എടുത്ത് പണം കൊടുക്കുക
കൊടുക്കാനായിട്ട് തുടങ്ങിയാൽ ഈ കിഫ്ബി ഒരു ഫെയിലറായി മാറിയേക്കാം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി. അത് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സമ്പദ് വ്യവസ്ഥയിൽ, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ പറ്റി പറയുന്നത് പീപ്പിൾ ആർ റിച്ച് ആൻഡ് ഗവൺമെന്റ് ഈസ് പൂർ എന്നാണ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണമുണ്ട്. ആ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള പണം കേരളത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വികസനോന്മുഖമായ ചെലവുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് പരിപാടി ആയതുകൊണ്ട് ഒരു പ്രിവിലേജ് എന്നുള്ള നിലയ്ക്ക് ഒരു 10 സെക്കൻഡ് താങ്കൾക്ക് തരികയാണ്. താങ്കളുടെ വകുപ്പിനും പലതും തന്നിട്ടുണ്ട് ഡോക്ടർ തോമസ് ഐസക്. തൃപ്തനാണോ താങ്കൾ? എല്ലാ മന്ത്രിമാരും തൃപ്തരല്ല എന്ന് പറയാറുണ്ട്. താങ്കൾക്ക് തൃപ്തിയുണ്ടോ? ഇപ്പോൾ എല്ലാ മന്ത്രിമാരും തൃപ്തരാണെന്ന് തന്നെ തോന്നുന്നു. ഞാനും തൃപ്തനാണ്, അത് സംശയമൊന്നുമില്ല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. അതിന് ആവശ്യമായ തുക അത് കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലും ആവശ്യമായ തുക തന്നെ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു തന്ന ബഡ്ജറ്റാണ് എന്ന് തന്നെ. എന്തായാലും ആ കാര്യത്തിൽ ശ്രീ പത്മകുമാറിനും ഡോക്ടർ ശൂരനാടിനും തർക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതേസമയം ബഡ്ജറ്റിൽ മുഖ്യമായി ഊന്നുന്നത് പൊതുജന വിദ്യാഭ്യാസവും പൊതുജന ആരോഗ്യവും സ്ത്രീ സുരക്ഷയും കാർഷിക മേഖലയും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക, ഡിസബിലിറ്റി മേഖലയിലെ ആളുകൾ, അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ്, ഇവരെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. എങ്ങനെയാണ് ഡോക്ടർ തോമസ് ഐസക് മാജിക് കിഫ്ബിയിലൂടെ അടുത്ത ബഡ്ജറ്റിന് മുമ്പായി ജനങ്ങളുടെ മുമ്പിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഡോക്ടർ ഷൈജുമോൻ, ശ്രീ PDT ആചാരി.